ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 14 മുതലുള്ളതായ 17 വരെയുള്ള വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ 17 വരെ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മ ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർക്ക് ശമരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി. അതാണ് നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ സംഗ്രഹം. അതാണ് ശമരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങാൻ നാം പ്രാർത്ഥിക്കണം. ശമരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ തീ ഇറങ്ങാൻ നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങാൻ നാം പ്രാർത്ഥിക്കണം. ശമര്യരുടെ മേൽ ആത്മാവ് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ മേലും ആത്മാവ് ഇറങ്ങി എന്ന് സാക്ഷിക്കാൻ തക്കമുള്ളതായ ഒരനുഭവം പ്രാപിക്കണം. എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി, എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് ഇറങ്ങി, ഞാൻ ആത്മാവിൽ നിറഞ്ഞു, ആത്മാവെന്നെ സന്ദർശിച്ചു, ആത്മാവെന്നെ തൊട്ടു, ആത്മാവെന്നെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതായ രീതിയിൽ ആത്മാവ് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. കാരണം ശമര്യരുടെ മേൽ ആത്മാവ് ഇറങ്ങി. ഒരു കാലത്ത് ഇറങ്ങാൻ സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ശമര്യ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്തും ആ ദേശത്ത് ആത്മാവ് ഇറങ്ങാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ ആ ദേശത്ത് ആത്മാവ് ഇറങ്ങി. ഒരു കാലത്തും സാധ്യതയില്ലാതിരുന്നത് സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്തും അത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നിടത്ത് അത് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്തും ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ പറയുന്നിടത്ത് അത് സാധിപ്പിക്കുന്നതായ ഒരു ദൈവമുണ്ട്. നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, അന്നത്തെ സഭ അപ്പോസ്തലന്മാര് ഒരു ചീട്ടിടുകയാണ്. അവരുടെ കൂട്ടത്തിൽ 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ യൂദാസ് കർത്താവിനെ തള്ളിക്കളഞ്ഞ് അങ്ങ് പോയി. അവർ ബാക്കി 11 പേരും കൂടി ആലോചിച്ചു, ഇനി എന്താ വേണ്ടത്? ഇനി ഞങ്ങൾക്ക് അവരുടെ മാനുഷിക ബുദ്ധിയിൽ അവർ ആലോചിച്ചു, എണ്ണം തയ്ക്കണം. അവരുടെ മാനുഷിക ബുദ്ധി പ്രവർത്തിക്കുകയാണ്. എങ്ങനെയും ഈ എണ്ണം ഉണ്ടാകണം, 12 എണ്ണം ഉണ്ടാകണം. അത് കർത്താവ് തുടങ്ങിയതാ 12 എണ്ണം. അതുകൊണ്ട് എങ്ങനെയും 12 എണ്ണം വേണം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കും അറിയാൻ മേല. കർത്താവ് വിളിച്ചതുപോലെ വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരൊരു ചീട്ടൊക്കെ ഇട്ടു, 2 പേരുടെ പേരൊക്കെ എഴുതി ഞറുക്കൊക്കെ ഇട്ടു. എന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചീട്ടെടുത്തു. ഒരാളുടെ പേര് ചീട്ട് വീണു. പ്രിയപ്പെട്ടവരെ, കാരണം അവരുടെ മാനുഷിക ബുദ്ധിയിൽ എണ്ണം മാത്രമേ പെടുകയുള്ളൂ. മനുഷ്യൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ട് ആത്മാവിനെ അളക്കുമ്പോൾ എണ്ണത്തിനാണ് പ്രത്യേകത. മനുഷ്യൻ്റെ ആത്മീയ കണ്ണുകൊണ്ട് കാണാതെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആത്മീയം എപ്പോഴും എണ്ണമാണ്, സംഖ്യയാണ്. ഇത്ര പേര് സഭയിൽ ചേർന്നു, ഇത്ര പേര് ചീടി വന്നു, ഇത്ര പേര് പങ്കെടുത്തു. എപ്പോഴും അത് ആത്മീയൻ്റെ മാനുഷിക ബുദ്ധിയിലുള്ളതായ അളവുകോലാണ്, എണ്ണത്തിൻ്റെ അളവുകോല്. അപ്പോസ്തലന്മാർ അത് തന്നെ ചെയ്തു. അവരുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അളന്നു, എണ്ണം തികച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് പറഞ്ഞിരുന്നു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരുമെന്ന്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് കരുണയുള്ള കർത്താവ് അരുളി ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അവർ പോലും അറിഞ്ഞില്ല പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്ത 12 പേരങ്ങനെ കൂടിയിരിക്കുന്നതല്ല പിന്നെ അവർ കാണുന്നത്. പിന്നെ 12 പേരുടെ കൂട്ടത്തെ കാണാനില്ല. അവർ എണ്ണമൊക്കെ ഒപ്പിച്ചു.
എണ്ണമൊക്കെ ശരിയാക്കി. പക്ഷേ ആ എണ്ണത്തെ അപ്രസക്തമാക്കിക്കൊണ്ട്, ആ എണ്ണത്തിന് യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വേറെ 120 പേരെ കൂട്ടിയെടുത്തു. പരിശുദ്ധാത്മാവ് കൂടി വന്നപ്പോൾ വേറെ 120 പേരെ കൂട്ടിക്കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ആരെങ്കിലും പോയി വിളിച്ചോ? വല്ല പ്രവേശന പരീക്ഷയും വെച്ചിരുന്നോ? എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചിരുന്നോ? ഒരു ക്വാളിഫിക്കേഷനും ആരും നിശ്ചയിച്ചില്ല. ഒരു യോഗ്യതയും ആരും വെച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവ് ഇവർ പോലും അറിയാതെ വേറെ 120 പേരെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തിരഞ്ഞെടുത്തവരല്ല. മനുഷ്യർ തിരഞ്ഞെടുത്തവർ അവരിൽ ഒരാളായിട്ട് അവിടെ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തവർ അവിടെ കൂടി വന്നു. എന്തായിരിക്കണം അവരുടെ യോഗ്യത? ആകെ ഒരു യോഗ്യതയെ ഞാൻ കാണുന്നുള്ളൂ: ദാഹം. ദാഹം, ദാഹം, ആത്മീയ ദാഹം, ആത്മാവിൻ്റെ ദാഹം. കർത്താവിനോട് ചേരണം, ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണം എന്നുള്ളതായ ആ ദാഹം പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്, ദാഹമുള്ളവരെ ഇവിടെ ആത്മാവ് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ആത്മാവിൻ്റെ ദാഹമുള്ളവരെ ഇവിടെ ആത്മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രേരിപ്പിച്ചതായ ഏക ഘടകം ദാഹമാണ്. ആത്മാവ് നിങ്ങൾക്കെന്നതായ ദാഹമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ വന്നവരൊക്കെ 120 പേർ ആരാന്ന് ആർക്കെങ്കിലും അറിയാവോ? അതുവരെ കള്ളു കുടിച്ചവരാണോ? അതുവരെ കള്ളു കുടിക്കാത്തവരാണോ? അതുവരെ വേണ്ടാതിനം ചെയ്യാത്തവരാണോ? അതോ വേണ്ടാതിനം ചെയ്തവരാണോ? ഏതെല്ലാം മ്ലേച്ഛത ചെയ്തവരാണ്? ഏതെല്ലാം പാപത്തിൽ കുടുങ്ങിയവരാണ്? ഏതെല്ലാം ക്രിമിനൽ പുള്ളികളാണ്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഭാര്യയെ മർദ്ദിച്ചവരാണോ? പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും അപ്പനെ അനുസരിച്ചവരാണോ? ഇതൊന്നും ആർക്കും അറിയാൻ മേല. ഇതൊന്നും ആർക്കും അറിയാൻ മേല. അവരുടെ കഴിഞ്ഞ കാലം എന്താണെന്ന് ആർക്കും അറിയാൻ മേല. അവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ കൂടെ കൂടിയവരാണോ? അതും അറിയാൻ മേല. ഒന്നും അറിയാൻ മേല. ഒന്നും അറിയാൻ മേലാത്തതായ 120 പേരെ ആത്മാവോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമക്കളെ, അതാണ് നാം ഇവിടെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒന്നിനും പ്രസക്തിയില്ല. സഭയ്ക്ക് പ്രസക്തിയില്ല. നാം ഏത് സഭകളിൽ ജനിച്ചവരാണ്? പ്രസക്തിയില്ല. വിദ്യാഭ്യാസത്തിന് പ്രസക്തിയില്ല. നമ്മുടെ കഴിഞ്ഞ കാലത്തിന് പ്രസക്തിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം കുടിക്കൽപ്പെട്ടവരാണ്, കെണിയിൽപ്പെട്ടവരാണ്, പാപത്തിൽ വീണവരാണ്, പാപച്ചില്ലയിൽ ചവിട്ടിയവരാണ്, ഇതിനൊന്നും പ്രസക്തിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സഹോദര, നിന്റെ വായിൽ നിന്ന് എന്തെല്ലാം വന്നതാണ്? നിന്റെ വായിൽ നിന്ന് എന്തെല്ലാം ദൂഷണങ്ങൾ വന്നതാണ്? നീ എന്തെല്ലാം മൃഗീയമായ സ്വഭാവങ്ങൾ കാണിച്ചവനാണ്? നീ എന്തെല്ലാം മരുതായ്മകൾ പെട്ടതാണ്? ഒന്നിനും പ്രസക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു കാര്യത്തിന് മാത്രം. ദൈവമക്കളെ, നമ്മുടെ കൂടി വരുമ്പോൾ ഒരേ ഒരു കാര്യത്തിനേ പ്രസക്തിയുള്ളൂ. നമ്മുടെ സഭയത്തിന് പ്രസക്തിയല്ല, വിദ്യാഭ്യാസത്തിന് പ്രസക്തിയില്ല, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന് പ്രസക്തിയില്ല. ഒറ്റയ്ക്കൊരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ: ഇനിമേലുള്ള നിന്റെ ജീവിതം എങ്ങനെ? ഇനിമേലുള്ള നിന്റെ ജീവിതം എങ്ങനെ? ഇന്ന് വരെയുള്ള നിന്റെ ജീവിതമല്ല, ഇനിമേലുള്ള നിന്റെ ജീവിതം എങ്ങനെ? ഇനിമേൽ നിന്റെ വായ എങ്ങനെ സൂക്ഷിക്കും? ഇനിമേൽ നിന്റെ ശരീരം എങ്ങനെ സൂക്ഷിക്കും? ഇനിമേൽ നിന്റെ മനസ്സിനെ എങ്ങനെ സൂക്ഷിക്കും? ഇനിമേൽ നീ കുടുങ്ങിപ്പോകുമോ? ഇനിമേൽ നീ പാപത്തിൽ ചവിട്ടുമോ? ഇനിമേൽ നീ ചെളിയിൽ ചവിട്ടുമോ? ഇതുവരെ ചവിട്ടിയ ചെളിയിൽ ഇനിമേൽ ചവിട്ടാതെ നീ പോകുമോ? ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവം ഒറ്റ കാര്യം മാത്രം 120 പേരെ കൂട്ടിക്കൊണ്ടുവന്നു. ആരാണെന്ന് പോലും അറിയില്ല. ആരാണെന്ന് പോലും ആർക്കും അറിയാൻ മേല. പരസ്പരം അറിയാവോ? എനിക്കറിഞ്ഞുകൂടാ. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവർക്കും എല്ലാം ഒന്നും അറിയാൻ മേല. പ്രിയപ്പെട്ടവരെ, അതിനൊന്നും പ്രസക്തിയില്ല. ഇനി 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 നീ എന്ത് ചെയ്യും? ഇനി നീ എങ്ങനെ ജീവിക്കും? ഇനി നീ എങ്ങനെ നടക്കും? ഇനി നീ എപ്രകാരം നിന്നെ തന്നെ സൂക്ഷിക്കും? അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവസഭ എത്ര പൊങ്ങിയാലും, ഒരു സഭയിൽ എത്ര ആൾക്കൂട്ടം ഉണ്ടായാലും, കർത്താവ് തന്നൊരു മുന്നറിയിപ്പുണ്ട്: സ്നേഹം തണുത്തു പോകും. ദൈവസഭയിലെ സ്നേഹം തണുത്തു പോകും. ക്രിസ്ത്യാനികളുടെ സ്നേഹം തണുത്തു പോകും. അത് പറഞ്ഞത് എൻ്റെ കർത്താവാണ്. അത് പറഞ്ഞത് യേശുവാണ്. ക്രിസ്ത്യാനിയെ, നിന്റെ സ്നേഹം തണുത്തു പോകും.
നിന്റെ സ്നേഹം തണുത്തു പോകുമെന്ന് നിന്നെ വീണ്ടെടുത്ത നിന്റെ ദൈവം നീ കേൾക്കത്തക്കവണ്ണം വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നീ എത്രമാത്രം വീരനായാലും വില്ലനായാലും നിന്റെ സ്നേഹം തണുത്തു പോകും. കാരണം നിന്റെ അകത്ത് അധർമ്മം പെരുകുന്നുണ്ട്, നിന്റെ അകത്ത് ചീത്തയായ മനോഭാവങ്ങൾ പെരുകുന്നുണ്ട്, നിന്റെ അകത്ത് കയ്പും വിരോധവും പെരുകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയും ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ. സ്നേഹം തണുത്തു പോകും. കാരണം അകത്ത് അധർമ്മം പെരുകുന്നുണ്ട്, അകത്ത് വിരോധം പൊങ്ങുന്നുണ്ട്, അകത്ത് കയ്പ് പൊങ്ങുന്നുണ്ട്, അകത്ത് അഹങ്കാരം പൊങ്ങുന്നുണ്ട്. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ദൈവസഭയിൽ ആരവശേഷിക്കും? പ്രിയപ്പെട്ടവരെ, കരിമരവും കരിവേലവും വെട്ടിയിട്ടാലും ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ ദൈവസഭ ഒരു കുറ്റിയായി ശേഷിക്കും. ദൈവത്തിന്റെ വചനമാണിതെല്ലാം. സെഫന്യാവിന്റെ പുസ്തകം 11-12 വാക്യം വായിച്ചു നോക്കാം. അന്നാളിൽ ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർഭോത്സിതന്മാരെ നീക്കിക്കളയും. ഗർഭോല്ലാസിതന്മാരെ, അഹങ്കാരികളെ നീക്കിക്കളയും. അഹങ്കാരമുള്ളവർ സഭയിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. അഹങ്കാരമുള്ളവർ സഭയിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത വാക്യം, നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, നീ കഴിഞ്ഞ കാലങ്ങളിൽ അഹങ്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ അഹങ്കാരം വിട്ടുകളഞ്ഞത് കൊണ്ട് നിനക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നിനക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും. ദൈവസഭ ഒരു കുറ്റിയായി ശേഷിക്കും. അഹങ്കാരമുള്ളവർ പോയിക്കൊണ്ടിരിക്കും. അഹങ്കാരം ഉപേക്ഷിക്കുന്നവർ ഒരു കുറ്റിയായി ചേർന്ന് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കൂട്ടരും കൂടെ ഉണ്ട്, അഹങ്കാരം മാറുന്നവർ ചേർന്ന് നിൽക്കും. പിന്നെ അടുത്ത 12-ാമത്തെ വാക്യം, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ളതായ ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, അഹങ്കാരമുള്ളവർ മാറിക്കൊണ്ടിരിക്കും. ദൈവസഭയുടെ പ്രമാണമാണതെല്ലാം. അതെല്ലാം ദൈവസഭയ്ക്ക് മാറ്റമില്ലാത്ത പ്രമാണമാണ്. എവിടെ അഹങ്കാരമുണ്ടോ, എവിടെ തന്നിഷ്ടമുണ്ടോ, എവിടെ ജ്ഞാനാരണ ഭാവമുണ്ടോ, അവൻ അറിയാതെ ദൈവസഭയിൽ നിന്ന് കർത്താവിനോടുകൂടെ നടക്കുന്നവരിൽ നിന്ന് അവൻ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അഹങ്കാരം വിട്ടുതിരിയുന്നവൻ, അഹങ്കാരം മാറുന്നവൻ ചേർന്ന് നിന്നുകൊണ്ടിരിക്കും. ദൈവം കണക്ക് ചോദിക്കില്ല. ദൈവം കണക്ക് ചോദിക്കില്ല. അഹങ്കാരം മാറുന്നവന് ചേർന്ന് വന്നുകൊണ്ടിരിക്കും. പിന്നെയോ താഴ്മയുള്ളവനും ദരിദ്രനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ചേർന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അവർ മാത്രമേ ദൈവസഭയിൽ അവസാനം ഉണ്ടാകുകയുള്ളൂ. അവരുടെ മേലെ തീയിറങ്ങിയുള്ളൂ, അവരുടെ മേലെ ആത്മാവിറങ്ങിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അഹങ്കാരമുള്ളവന്റെ മേലും തീയിറങ്ങാൻ പറ്റുകയില്ല. അഹങ്കാരം വിട്ടുതിരിയുന്നവന്റെ മേലും ദരിദ്രന്റെ മേലും എളിമയിലുള്ളവന്റെ മേലും മാത്രമേ ആത്മാവിന്റെ തീയിറങ്ങിയുള്ളൂ. ഇത് തന്നെയാണ് അപ്പോസ്തലൻ പറഞ്ഞത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വാക്യം മാത്രം വായിച്ചാലും മതി. 1 കൊരിന്ത്യർ 1:27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവ് ആരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. പരിശുദ്ധാത്മാവ് ആരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അവിടെ കൂട്ടിയിരുത്തി. ആരൊക്കെ എഴുന്നേന്ന് ആർക്കും അറിയാൻ മേല. അവരുടെ പേരുമില്ല, അവരുടെ മേൽവിലാസവും ഇല്ല, അവരുടെ പിൽക്കാലവും ഇല്ല, അവർ ശേഷിച്ച കാലവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ആകെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ നാവ് അവർ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. അവരുടെ നാവ് അവർ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. അവരവരെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിയിരുന്നു. അവരെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി അവർ കാത്തിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു. അവർക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. എന്തോ സംഭവിക്കാൻ പോകുന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അകത്തെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അകത്തെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അകത്ത് തീരുമാനങ്ങൾ വരുന്നുണ്ട്, അകത്ത് സമർപ്പണങ്ങൾ വരുന്നുണ്ട്. പുറമെ ബാഹ്യമായി ഒന്നും മാറുന്നില്ല. അകത്ത് തീരുമാനങ്ങൾ വരുന്നുണ്ട്, അകത്ത് വ്യത്യാസം വരുന്നുണ്ട്, അകത്ത് രൂപാന്തരം വരുന്നുണ്ട്. ദൈവമക്കളെ, അതല്ലേ നിങ്ങളുടെ അവസ്ഥ. പുറമേ ഒന്നും വ്യത്യാസം കാണുന്നില്ല. പുറമേ പഴയ ജോലി, പഴയ രീതി തന്നെ, പുറമേ പഴയതെല്ലാം നടക്കുന്നു. പക്ഷേ അകത്ത് വ്യത്യാസം വരുന്നുണ്ട്.
അകത്ത് മാറ്റം വരുന്നുണ്ട്, അകത്ത് ചൂട് പിടിക്കുന്നുണ്ട്, അകത്ത് തീ വരുന്നുണ്ട്, അകത്ത് എന്തൊക്കെയോ വ്യത്യാസം. എനിക്കെന്തോ തിരുത്താനുണ്ട്, എന്തോ എനിക്ക് മാറാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ രൂപാന്തരപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ തീരുമാനം ഓരോ ദിവസവും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. അകത്ത് മാറാനുണ്ട്, അകത്തെനിക്ക് മാറാനുണ്ട്, എനിക്ക് മാറ്റം വരാനുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധ്യമായിട്ട് എനിക്ക് മാറ്റം വരാനുണ്ട്, എനിക്ക് അകത്ത് മാറ്റം വരാനുണ്ടെന്ന് തീരുമാനമുള്ള ദൈവമക്കൾക്ക് ഒന്ന് കരങ്ങൾ ഉയർത്താവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പുറമേ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അകത്ത് മാറ്റം വരാനുണ്ട്, എൻ്റെ അഹങ്കാരം താഴാനുണ്ട്, എൻ്റെ തന്നിഷ്ടം തകരാനുണ്ട്, എൻ്റെ സ്വയേഷ്ടം മാറാനുണ്ട്, എനിക്ക് അകത്ത് മാറ്റം വരാനുണ്ട്. അത് ചൂട് പിടിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവസഭയ്ക്ക്, ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കറിയാം അകത്ത് മാറാനുണ്ട്, അകത്ത് മാറ്റം വരാനുണ്ട്. അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ താഴ്ത്തിയിടുക. അങ്ങനെ 10-ാം ദിവസം വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സാവകാശം ചൂട് പിടിച്ച് 10-ാം ദിവസം വന്നപ്പോൾ ആത്മാവ് തീ പോലെ അങ്ങ് ഇറങ്ങുകയാണ്. ആത്മാവ് തീ പോലെ അവിടെ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരാരാണ്? ദൈവത്തിന് സ്തോത്രം. 120 പേര്. അതൊരു ബിസിനസ് മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല, ഉന്നതന്മാരൊന്നും ആയിരുന്നില്ല. പിന്നെ അവരെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് ആകെ മനസ്സിലാകും. എന്താണെന്നറിയാവോ? തന്നെത്താൻ ഉയർത്തുവാൻ താല്പര്യമില്ലാത്തവര്, തന്നെത്താൻ താഴ്ത്താൻ താല്പര്യമുള്ളവർ, തന്നെത്താൻ ഉയർത്തണ്ട എന്ന് താല്പര്യമുള്ളവർ, തന്നെത്താൻ താഴ്ത്തണമെന്ന് നിർബന്ധമുള്ളവർ. അങ്ങനെയുള്ളവരുടെ മേലാണ് ഇന്ന് തീ ഇറങ്ങാൻ പോണത്. കർത്താവേ, എനിക്ക് തന്നെത്താൻ ഉയർത്തണ്ട, എനിക്ക് തന്നെത്താൻ ഉയർത്തണ്ട. എനിക്ക് എന്നെ തന്നെ പൊക്കി പറയാനൊന്നുമില്ല, എനിക്ക് എന്നെ തന്നെ ഉയർത്തി ഒന്നും ചെയ്യാനില്ല, എനിക്ക് എന്നെ തന്നെ ഉയർത്തി ഒന്നും ചെയ്യാനില്ല. തന്നെത്താൻ ഉയർത്താതെ തന്നെത്താൻ താഴ്ത്തുന്നവരെയാണ് അപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവൻ ഉന്നതനല്ല, അവൻ ശ്രേഷ്ഠനല്ല, അവൻ ഈ ലോകത്തിലെ മാന്യനല്ല, ഈ ലോകത്തിലെ ഒരു അംഗീകരിക്കുന്നവനും ആകണമെന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, എനിക്ക് താഴണം, എനിക്ക് താഴണം എന്നുള്ളതായ ആഗ്രഹമുള്ള ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 73-ൽ തുടങ്ങിയതായ ആ തീ കെടാതെ നിൽക്കുന്നതിന്റെ ഒറ്റ കാരണം തന്നെത്താൻ താഴ്ത്താനുള്ളതായ, തന്നെത്താൻ വിനയപ്പെടാനുള്ളതായ, എളിമപ്പെടാനുള്ളതായ മനസ്സുള്ള ഒരു കൂട്ടം ആത്മാക്കളോടെ കടന്നു വരുന്നത് കൊണ്ടാണ് 73-ൽ കൊളുത്തിയതായ തീ ഇപ്പോഴും കെടാതെ ഇവിടെ നിൽക്കാനുള്ള കാരണം തന്നെത്താൻ താഴ്ത്തണി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു പുലിയ, അവനൊരു കടുവയാന്നൊക്കെ കേട്ടപ്പോൾ ഒന്ന് കുടഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച ആളുകളൊക്കെയാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഉള്ളു പറയുന്നത് വേണ്ട, തള്ളയാടുകളെ നടത്തി കുഞ്ഞാടുകളെ കയ്യിലെടുത്ത് നടക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഒരു കുഞ്ഞാടാകാൻ. കഴിഞ്ഞ കാലങ്ങളിൽ പുലിയെന്ന് കേട്ടപ്പോൾ, കടുവയെന്ന് കേട്ടപ്പോൾ, സാമർഥ്യമുള്ളവൻ, ഹല്ലേലൂയ, കാര്യം നടത്താൻ പ്രാപ്തൻ എന്നെല്ലാം കേട്ടപ്പോൾ അകം കൊണ്ട് നിഗളിച്ചവരാണ്. ഇപ്പോൾ കർത്താവേ, ഒരു കുഞ്ഞാടാണല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാനൊരു കുഞ്ഞാടായി പോയല്ലോ, ഞാനൊരു കുഞ്ഞാടാകാൻ സന്തോഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. തള്ളയാടുകളെ നടത്തി കുഞ്ഞാടുകളെ കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ആ ഇടയന്റെ പിന്നാലെ നടക്കുന്ന ആടുകളാകാൻ ഭാഗ്യം കിട്ടിയല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതെല്ലാം ഓർത്താണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ, എന്നെ ഒന്ന് അന്വേഷിക്കണം, എന്നെ ഇന്നൊന്ന് കണ്ടെത്തണം, എന്നെ ഒന്ന് അന്വേഷിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു പ്രാർത്ഥനാ വാക്കാണ് ഞാൻ പറഞ്ഞത്. കർത്താവേ, ഞാൻ കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരിക്കുന്നു, എന്നെ ഒന്ന് അന്വേഷിക്കണമേ, എന്നെ ഒന്ന് കണ്ടെത്തണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അതെ, പന്നിയുടെ പാളാട് തിന്നാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ആ മുടിയനായ പുത്രന്റെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ എന്നെ ഒന്ന് അന്വേഷിക്കണമേ. ആശയ്ക്ക് വകയില്ലാത്തവര്, തകർന്നവര്, തരിപ്പണമായവര്, ഒന്നിനും ഗതിയില്ലാത്തവര്, പന്നിയുടെ വാളാട് തിന്നാൻ കിട്ടാൻ വകയില്ലാത്തവരെ അന്വേഷിച്ച് ദൈവത്തിന്റെ ആത്മാവിടെ അടിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് അന്വേഷിക്കണമേ, എന്നെ ഒന്ന് കണ്ടെത്തണമേ, എന്റെ മേൽ നോട്ടം വയ്ക്കണമേ, എന്നെ ഒന്ന് അന്വേഷിക്കണമേ, എന്റെ പേരെന്ന് വിളിക്കണമേ, എന്റെ മേൽ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, അന്വേഷിക്കുന്നവന്റെ കണ്ണ് സഹോദര നിന്റെ മേൽ പതിയുന്നതായ ഒരു സമയമാണിത്. ഹല്ലേലൂയ. അന്വേഷിക്കുന്നവന്റെ കണ്ണ് ആ മുടിയനാപുത്രന്റെ മേൽ പതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അന്വേഷിക്കുന്നവന്റെ കണ്ണ് അവിടെ പതിഞ്ഞു. അന്വേഷിച്ച ദൈവം അവനോട് പറഞ്ഞു, നീ എത്രയും വേഗം തിരിച്ചു പോക, അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോക.
ഹല്ലേലൂയ. ദൈവത്തിലെ നീ വിട്ടുപോകുന്ന നിൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോക. നിൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോക. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ അനേകരോടും എല്ലാവരോടും നമ്മളോടെല്ലാം പറയുന്നുണ്ട്. ആദ്യകാലത്തെ അപ്പൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോക, മടങ്ങിപ്പോക, മടങ്ങിപ്പോക. സഹോദര, അന്വേഷിക്കുന്നതിനാണ്, നിന്നെ മടക്കിവിടാനാണ്, നിന്നെ തിരിച്ചുവിടാനാണ്. മടങ്ങിപ്പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, മടങ്ങിപ്പോക. നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരൊന്നും നിർബന്ധം വേണമെന്നില്ല, വലിയ വൻപുള്ളികളൊന്നും വേണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? ഒരു കൂട്ടായ്മയുടെ അതിൻ്റെ ആ പ്രതിസന്ധിയിൽ അതിനെ നടത്താനായിട്ട് വൻപുള്ളികളൊന്നുമില്ല. പാവപ്പെട്ട ഒരു വോളണ്ടിയർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വോളണ്ടിയറേ ഉള്ളൂ. അവൻ്റെ പേരാണ് സ്തേഫാനോസ്. പ്രിയപ്പെട്ടവരെ, വലിയ ആളുകളെ ഒന്നും കാണാനില്ല. ആകെ നാം കണ്ടുമുട്ടുന്നത് ആരെയാണ്? ഒരു വോളണ്ടിയറെ മാത്രമേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഒരു വോളണ്ടിയർ മതി ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ ഇരിക്കുന്നതിൽ ഒരു വോളണ്ടിയർ മതി. വചനം പ്രസംഗിക്കുന്ന എന്നെ പോലെയോ അവരെ പോലെയുള്ള ആരും വേണമെന്നില്ല. ഒരു വോളണ്ടിയർ മതി. പാർക്കിങ്ങിൽ നിൽക്കുന്ന ഒരുത്തൻ മതി, കഞ്ഞി വയ്ക്കുന്ന ഒരുത്തൻ മതി, ബാത്റൂം കഴുകുന്ന ഒരുത്തൻ മതി. ഒരു വോളണ്ടിയർ മതി. ഇവിടെ ആത്മാവിന്റെ തീയിറക്കാനായിട്ട്, ആത്മാവിന്റെ തീയുള്ളവനായി ഈ കൂട്ടായ്മ നടത്താൻ ഒരൊറ്റ വോളണ്ടിയർ മതി. പ്രിയപ്പെട്ടവരെ, അധികമാരും വേണമെന്നില്ല, അധികമാരും വേണമെന്നില്ല, വൻപുള്ളികളൊന്നും വേണമെന്നില്ല. ഒരു വോളണ്ടിയർ മതി. ആത്മാവിൻ്റെ തീയുള്ളതായ ഒരു വോളണ്ടിയർ സ്തേഫാനോസാണ് അവിടെ എഴുന്നേറ്റത്. വൻപുള്ളികളെ ഒന്നും കാണാനില്ല. ഒരു വോളണ്ടിയറാണ് അവിടെ തീയിറക്കിയത്. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് ദൈവം നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിനക്ക് പ്രത്യാശ തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നീ ഒരാൾ നിന്ന നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ ഒരാൾ നിന്ന നിന്റെ കുലം രക്ഷപ്പെടും. നീ ഒരാൾ നിന്ന നിന്റെ സ്ഥാപനം രക്ഷപ്പെടും. നീ ഒരാൾ നിന്ന നിന്റെ ദേശത്തെ കൂട്ടായ്മ വളരും. അതിനൊരു വോളണ്ടിയർ മതി. ഹല്ലേലൂയ. ഇന്ന് വരെ വചനം പ്രസംഗിക്കാത്ത ഒരുവൻ മതി. ഇന്ന് വരെ പ്രസംഗിക്കാത്തവൻ മതി. ഇന്ന് വരെ വചനം പറയാത്തവൻ മതി. അവനിൽ നിന്നുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്നാൽ ആ സ്തേഫാനോസിനെ തകർത്തു. പക്ഷേ ദൈവം തമ്പുരാൻ തകർന്നില്ല. സ്തേഫാനോസിനെ തകർത്തപ്പോൾ ദൈവം ഫിലിപ്പോസിനെ എഴുന്നേൽപ്പിച്ചു. സ്തേഫാനോസിനെ തകർത്തപ്പോൾ ദൈവം ഫിലിപ്പോസിനെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വായിക്കണം, വേദപുസ്തകം വായിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. 7-8 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോസ്തലൻ സ്തേഫാനോസ് പോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തീയുള്ളവനായ ഫിലിപ്പോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവനും വലിയ പ്രാസംഗികനൊന്നുമല്ല, വലിയ പുള്ളികളൊന്നുമല്ല. അവനും ഒരു വോളണ്ടിയറാണ്. ഭക്ഷണമേശയിൽ ഭക്ഷണം വിളമ്പുന്ന ഫിലിപ്പോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നമുക്ക് വായിച്ചു നോക്കാം. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തൊരു സൗഖ്യം പ്രാപിച്ചു. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ആരിൽ നിന്നുകൊണ്ട് അതൊക്കെ പ്രവർത്തിച്ചത്? പത്രോസിൽ നിന്നുകൊണ്ടാണോ? പൗലോസിൽ നിന്നുകൊണ്ടാണോ? ഏതെങ്കിലും വൻ പുള്ളികളിൽ നിന്നുകൊണ്ടാണോ ദൈവം ഇതൊക്കെ ചെയ്തത്? ഏതെങ്കിലും വലിയ വലിയ എണ്ണപ്പെട്ട വലിയ ആളുകളിൽ നിന്നുകൊണ്ടാണോ ദൈവം ഇതൊക്കെ ചെയ്തത്? അല്ല. അശുദ്ധാത്മാക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഇതെല്ലാം ആരിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്? വൻപുള്ളികളെ കൊണ്ടൊന്നുമല്ല. അന്നും വൻപുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊന്നുമല്ല ദൈവം പ്രവർത്തിച്ചത്. അവരൊക്കെ മാറി നിന്നപ്പോൾ പ്രിയപ്പെട്ട ജീവനുള്ള ദൈവം നിസ്സാരന്മാരെ എഴുന്നേൽപ്പിച്ചു. നിസ്സാരന്മാരെ എഴുന്നേൽപ്പിച്ചു. സ്തേഫാനോസ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ഭൂതങ്ങൾ മാറാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറി ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഭൂതങ്ങൾ ഓടി മാറട്ടെ. നിങ്ങൾ എഴുന്നേൽക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നിസ്സാരന്മാരായിരിക്കാം, പക്ഷേ നിങ്ങൾ ആത്മാവുള്ളവരായി, നിങ്ങൾ സമർപ്പണമുള്ളവരായി, വിശ്വാസമുള്ളവരായി, പരിശുദ്ധാത്മാവുള്ളവനായ ആ ഫിലിപ്പോസ് എഴുന്നേറ്റപ്പോൾ ഭൂതങ്ങൾ മാറാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറി ഓടാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറി ഓടട്ടെ. ദൈവസഭ വളരട്ടെ. ദൈവസഭ എഴുന്നേൽക്കട്ടെ. ദൈവസഭ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. പ്രിയപ്പെട്ടവരെ, എളിവരിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഫിലിപ്പോസിൽ നിന്നുകൊണ്ട് ഭൂതങ്ങൾ ഇറങ്ങി മാറി. ഫിലിപ്പോസ് നിന്നുകൊണ്ട് രോഗങ്ങൾ സൗഖ്യമായി. പ്രിയപ്പെട്ടവരെ, എങ്കിൽ പിന്നെ നാം എന്തിനു ഭയപ്പെടണം? പ്രിയപ്പെട്ടവരെ, എന്നെങ്കിൽ പിന്നെ നാം എന്തിനു ഭയപ്പെടണം? നിസ്സാരന്മാരിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വൻകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇവിടെ ഇന്ന് വിട്ടുകൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മകളെ, നീ ഒരാൾ മതി. നിന്റെ ഭവനത്തിൽ നിനക്ക് വിലയില്ലായിരിക്കാം, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിനക്ക് കഴിവില്ലായിരിക്കാം, നീ തളർന്നു കിടക്കുന്ന രോഗിയായിരിക്കാം, നീ മാരാരോഗിയായിരിക്കാം. പക്ഷേ നീ ഒരാൾ നിന്നുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ദൈവത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് തീയിറക്കാൻ കഴിയും. കഴിവില്ലാത്ത നിന്നെ കൊണ്ട് ദൈവത്തിന് നിന്റെ ഭവനത്തെ തീപിടിപ്പിക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം വന്നപ്പോഴാണ്
നാം വായിക്കുന്നത് അവിടെ തീ ഇറങ്ങിയെന്ന്. ദൈവത്തിന് സ്തോത്രം. തീ ഇറങ്ങിയത് കാണാമെന്ന പുള്ളികൾ ആരൊക്കെയാണെന്നറിയാവോ? ശമരികൾ തീ ഇറങ്ങിയത് കാണാമെന്ന പുള്ളികൾ ആരൊക്കെയാണെന്നറിയാവോ? ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 54-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അന്ന് അവന്റെ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള ആത്മാവിലും മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവരെ നശിപ്പിക്കണം. ശമര്യരുടെ മേൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞതായ ആ അപ്പോസ്തലന്മാരാണ് ഇപ്പോൾ എന്താണ് അവർ കാണുന്നത്? അവരുടെ മേൽ ആത്മാവിൻ്റെ തീ ഇറങ്ങുന്നത് അവർ കാണുകയാണ്. ആര് നശിക്കണമെന്ന് ആഗ്രഹിച്ചോ, ആര് തകരണമെന്ന് ആഗ്രഹിച്ചോ, അവരെ തകർക്കണമെന്ന് പ്രാർത്ഥിച്ചവര്, അവർ യേശുവിനോട് ഇവരുടെ മേൽ തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഇപ്പോൾ അവരുടെ മേൽ തീ ഇറങ്ങുന്നത് ഈ അപ്പോസ്തലന്മാർ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? മകനെ, നിന്നെ തകർക്കണമെന്ന് പലരും ആഗ്രഹിച്ചു, നീ എഴുന്നേൽക്കരുതെന്ന് പലരും ആഗ്രഹിച്ചു, നീ ഉയരരുതെന്ന് ആഗ്രഹിച്ചു. കർത്താവേ, ഇവരുടെ മേൽ തീ ഇറക്കണമേ എന്ന് പറഞ്ഞ അതേ അപ്പോസ്തലന്മാർ ഇപ്പോൾ കാണുകയാണ് അവരുടെ മേൽ ആത്മാവിറങ്ങുകയാണ്. അവരുടെ മേൽ ആത്മാവിറങ്ങുകയാണ്. അവരെ തന്നെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഒരു കാലത്ത് നിന്നെ ശപിച്ചവര്, ഒരു കാലത്തിനെ താഴ്ത്തി കെട്ടിയവര്, ഒരു കാലത്ത് അവരുടെ അറിവില്ലായ്മയിൽ കൂടെ, ഹല്ലേലൂയ, അറിവില്ലായ്മയിൽ കൂടെ നിന്നെ താഴ്ത്തിയവരുടെ മുമ്പിൽ നീ മാന്യനാകാൻ പോവുകയാണ്. ഒരു കാലത്ത് നിന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുമ്പിൽ ആത്മാവ് നിന്നെ മാന്യനാക്കാൻ പോവുകയാണ്. ആത്മാവ് നിന്നിലൂടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആത്മാവ് നിന്നിലൂടെ വളരാൻ പോവുകയാണ്. നിന്റെ കുടുംബം വളരാൻ പോവുകയാണ്. നീ ഉയരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ വാഴ്ത്തി പാടാതിരിക്കും? പരിശുദ്ധാത്മാവിനെ എങ്ങനെ നന്ദി പറയാതിരിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ആത്മാവേ, കടന്നു വരണമേ എന്ന് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. വീരന്മാര് വേണ്ട പ്രിയപ്പെട്ടവരെ, ഉന്നതന്മാര് വേണ്ട, എളിയവരിൽ നിന്നുകൊണ്ട് ദൈവം തീയിറക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇവരെ തീയിറങ്ങി നശിപ്പിക്കണമേ എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാരാണ് ഇപ്പോൾ എന്താണ് കാണുന്നത്? അവരെ തന്നെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചവരാണ്. അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാ. ഹല്ലേലൂയ. അതാണ് യാക്കോബ് പറയുന്നത്, അതാണ് യോഹന്നാൻ പറയുന്നത്. എനിക്ക് തെറ്റുപറ്റിയതാ. നിങ്ങൾ നശിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ തീയിറങ്ങി നശിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് തെറ്റുപറ്റിയതാ. ഇപ്പോൾ നിങ്ങളുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റുപറ്റിയവർ ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, ആ കുടുംബം ഉയരരുത്, ആ വ്യക്തി ഉയരരുത്, അവൻ വളരരുത്. എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു പോയതാണ്. കർത്താവേ, ഞാൻ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവർക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാമല്ലോ. കർത്താവേ, ചിലരൊന്നും ഉയരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, ചിലരൊന്നും വളരരുതെന്ന് ഞാൻ നിരൂപിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് ഞാൻ സന്തോഷത്തോടെ കാണുകയാണ്. പരിശുദ്ധാത്മാവേ, തീ പകരണമേ. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, ഈ കൂട്ടത്തെ തീ പിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയണമോ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. കരങ്ങളെ താഴ്ത്തിയിടുക.